അടുത്തത് അതുനാ आपणे വസ്തുക്രയാർത്ഥം രൂപ്യകാണാം അനിവാര്യത നാസ്തി. അതുനാ आपणे അതായത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വസ്തുക്രയാർത്ഥം വസ്തുക്കൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രൂപ്യകാണാം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിപ്പോൾ ഡിജിറ്റലായിട്ട് മാറി, നമ്മളിപ്പോൾ ആരും അങ്ങോട്ട് കാശൊന്നും കൊണ്ടുപോകുന്നില്ല, എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ആണ്. അതാണ് ഈ സെന്റൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാക്കി നോക്കാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇത്യദയാഃ സർവത്ര രൂപ്യകാണാം സ്ഥാനം ഗൃഹീതവന്തഃ. ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷ് കൊണ്ടുപോകുന്നതിന് പകരം കൊണ്ടുപോകുന്നത്. അതാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. വിത്തകോശസ്യ ബാങ്കസ്യ ച അപി സർവാണി കാര്യാണി സംഗണകയന്ത്രേണ സമ്പദ്യത്തെ. വിത്തകോശസ്യ അതായത് ബാങ്കിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ സംഗണകയന്ത്രം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ബഹുവിധാഹ അനുപ്രയോഗാഹ, കുറെ ആപ്പും ഉണ്ട്, കുറെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട്. മുദ്രഹീനായ വിനിമയായ സഹായകാഹ സന്ധി, കുറെ മൾട്ടിപ്പിൾ ആപ്സ് ഉണ്ട് ഓരോ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതാണ് ഈ സെന്റൻസ്. അതായത് ഇപ്പൊ ഗൂഗിൾ പേയ്മെന്റ് ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, അതുപോലെ കുറെ ആപ്പ് ഉണ്ട് പേയ്മെന്റ്സ് ചെയ്യാൻ. ബാങ്കിലാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ പാസ്ബുക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, ബാങ്കിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് നോക്കണമെങ്കിലും നമുക്ക് ഫോണിൽ തന്നെ നോക്കാം. അതാണ് ഇതിൽ പറയുന്നത്. കുത്രാപി യാത്രാ കരണീയ ഭവേത് റെയിൽയാന യാത്രാപത്രസ്യ വായുയാന യാത്രാപത്രസ്യ അനിവാര്യത അദ്യ നാസ്തി. പണ്ടൊക്കെ നമ്മള് ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്തൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അതായത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ പോകണമെങ്കിലും എയർപോർട്ട് അതായത് ഫ്ലൈറ്റിൽ പോകണമെങ്കിലും നമ്മൾ ടിക്കറ്റ് പ്രിന്റ് എടുത്തോണ്ട് പോകായിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ എങ്ങനെയാ, എല്ലാം നമ്മുടെ ഫോണിലാണ് ഉള്ളത്. സർവാണി പത്രാണി അസ്മാകം ചല ദൂരഭാഷയന്ത്രേ ഇമെയിൽ ഇതി സ്ഥാനെ സുരക്ഷിതാനി ഭവന്തി യാനി സന്ദർശ്യ വയം സൗകര്യേണ യാത്രയാഹ ആനന്ദം ഗൃഹീമഹ. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാം ഫോണിൽ ഇമെയിൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ടിക്കറ്റ് ആയാലും എന്തായാലും ഇമെയിലിൽ സ്റ്റോർ ചെയ്യുക, പ്രിന്റ് എടുത്ത് അത് കൊണ്ടുപോയി കാണിക്കേണ്ട, എല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ പോകുന്ന ട്രിപ്പും എൻജോയ് ചെയ്യാം. ചികിത്സാലയോപി ഉപചാരാർത്ഥ രൂപ്യകാണം ആവശ്യകതാദ്യ നാനുഭൂയതേ. അതായത് ചികിത്സാലയം ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് പേയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് കാശ് കൊടുക്കണ്ട, ഓൺലൈനായിട്ട് ചെയ്യാം. കാർഡ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആപ്സ് വെച്ചിട്ട് ചെയ്യാം. സർവത്ര കാർഡ് മാധ്യമേന ഈ ബാങ്കിങ് മാധ്യമേന ശുൽക്കം പ്രദാതും ശക്യതേ. എല്ലാ സ്ഥലത്തും കാർഡ് ഉപയോഗിച്ച് അതുപോലെ ഈ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. തദ്ദിനം നാതിദൂരം യഥാ വയം ഹസ്തേ ഏകമാത്രം ചലദൂരഭാഷ യന്ത്രമാദായ സർവാണി കാര്യാണി സാധയിതും സമർത്ഥാഹ ഭവിഷ്യാമഹ. നമ്മളിപ്പോൾ സ്മാർട്ടായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പേയ്മെന്റും ബാക്കി കുറെ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു, ഇപ്പോഴത്തെ ജനറേഷൻ പഠിച്ചു. ഈ ഒരു മീഡിയ ഏകമാത്രം ചലദൂര ഭാഷ യന്ത്രമതായ, അതായത് ഫോൺ മാത്രം ഉപയോഗിച്ച് മീഡിയമായിട്ട് ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പേയ്മെന്റ് ചെയ്യാനാണെങ്കിലും ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാനാണെങ്കിലും ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോൺ ഡിപ്പെൻഡ് ചെയ്തു, കുറെ ആപ്സ് ഒക്കെ വന്നു. ഇനിയും ഇതിനെക്കാട്ടി കൂടുതൽ ആപ്സും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ഇനി വരുന്ന ജനറേഷനും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, കൊറോണ വന്ന് പിന്നെ എല്ലാം ഓൺലൈൻ ക്ലാസ് വരെ സ്റ്റാർട്ട് ചെയ്തു. അതും ഇനിയും കുറെ മുമ്പോട്ട് പോകാനുണ്ട് എന്നാണ് പറയുന്നത്. വസ്ത്രപുടകെ രൂപ്യകാണാം ആവശ്യകത ന ഭവിഷ്യതി. ഇനി മുതൽ നമുക്ക് പേഴ്സിൽ കാശ് സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ അമ്പലങ്ങളിൽ വരെ ഈ ഹുന്തി എന്നുണ്ട്, നമുക്ക് ആ സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് കാണിക്കിടേണ്ട ആവശ്യമൊന്നുമില്ല, സ്കാൻ ചെയ്തിട്ട് ഇടാം. അപ്പൊ അത്രയും നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാസ്ബുക്ക്, ചെക്ക് ബുക്ക് ഇത്യനയോഹോ ആവശ്യകത ന ഭവിഷ്യതി. പണ്ടത്തെ കാലത്ത് പാസ്ബുക്ക് ഒക്കെ നമ്മൾ കൈ കൊണ്ട് നടക്കാറുണ്ട്, അതുപോലെ ചെക്ക്. ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്, എല്ലാം ഓൺലൈനാണ്. ഓൺലൈൻ നമുക്ക് ആപ്പ് ഒരു ബാങ്കിന് ഇൻസ്റ്റാൾ ചെയ്താൽ പാസ്ബുക്കും ചെക്ക് ബുക്കൊക്കെ അത് തന്നെ കിട്ടും, ഫോണിൽ തന്നെ കിട്ടും. പഠനാർത്ഥം പുസ്തകാനാം സമാചാര പത്രാണാം അനിവാര്യത സമാപ്തപ്രായ ഭവിഷ്യതി. പഠിക്കാനാണെങ്കിലും പുസ്തകങ്ങളുടെ ആവശ്യമില്ല, എല്ലാം ഓൺലൈൻ PDF ആയിട്ട് കിട്ടും, പേപ്പർ നമുക്ക് സേവ് ചെയ്യാം. ലേഖനാർത്ഥം അഭ്യാസ പുസ്തികയാഹ കർഗദസ്യ വ നൂതന ജ്ഞാന അന്വേഷണാർത്ഥം ശബ്ദകോശസ്യോപി ആവശ്യകത നാ ഭവിഷ്യതി. അതായത്
നമുക്ക് എഴുതാനാണെങ്കിലും എക്സസൈസ് ബുക്കിന്റെ ആവശ്യമില്ല. നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ചെയ്യാം. കർഗദസ്യവ റൈറ്റിംഗ് പേപ്പറിന്റെ ആവശ്യമില്ല. നൂതന ജ്ഞാന അന്വേഷണാർത്ഥം അതായത് ഗൈഡ് പോലുള്ള റെഫറൻസ് ബുക്കിന്റെയും ആവശ്യമില്ല. ശബ്ദകോശസ്യോപി ഡിക്ഷണറിയുടെയും ആവശ്യമില്ല. അതായത് ഇപ്പോഴത്തെ ജനറേഷന് ബുക്ക് എഴുതേണ്ട ആവശ്യമില്ല, എക്സസൈസ് ബുക്ക് എഴുതേണ്ട ആവശ്യമില്ല. പേപ്പർ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ റെഫറൻസ് ബുക്ക്, ഗൈഡ് പോലത്തെ ബുക്ക് നമുക്ക് ഓൺലൈൻ തന്നെ കിട്ടും. ഡിക്ഷണറി ആണെങ്കിലും ഓൺലൈൻ കിട്ടും. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഒരു ക്ലിക്കിലൂടെ നമുക്ക് എല്ലാം കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഒരു സാധനത്തെ പറ്റി നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അപരിചിത മാർഗസ്യ ജ്ഞാനാർത്ഥം മാർഗദർശകസ്യ മാനചിത്രസ്യ ആവശ്യകതായാഹ അനുഭൂതി അഭിന ഭവിഷ്യതി. അപരിചിത മാർഗസ്യ അതായത് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോണിൽ കിട്ടും, ഗൂഗിൾ മാപ്സ് വഴി കിട്ടും. അപ്പൊ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും നമുക്കിപ്പോ വരുന്നില്ല. ഏതത് സർവം ഏകനേവ യന്ത്രേണ കർത്തും ശക്യത. ഇതെല്ലാം ഒരു യന്ത്രത്തിലാണ്, അതായത് മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശകാദിക്രിയാർത്ഥം ഫലക്രയാർത്ഥം അതായത് വെജിറ്റബിൾസ് വാങ്ങണമെങ്കിലോ ഫ്രൂട്ട്സ് വാങ്ങണമെങ്കിലോ അതുപോലെ വിശ്രാമ ഗൃഹേഷു നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ റൂം ബുക്ക് ആക്കണമെങ്കിലോ കക്ഷം സുനിശ്ചിതം കർത്തും എന്തെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ചികിത്സാലയെ ശുൽക്കം പ്രദാത്തും ഹോസ്പിറ്റലിൽ പോയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡോക്ടർ ഫീസ് അടയ്ക്കണമെങ്കിൽ വിദ്യാലയെ മഹാവിദ്യാലയെ ചാബി ശുൽക്കം പ്രദാത്തും അതായത് സ്കൂളിലും കോളേജിലും ഫീസ് അടയ്ക്കണമെങ്കിൽ കിം ബഹുന ദാനമഭി ദാതും ചലദൂര ഭാഷയന്ത്രമേവ അലം നമുക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഫോണിൽ കൂടെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാശ് ഇടാൻ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പുതിയ ആപ്പ് ഈ ഹുന്തി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ വരി നമുക്ക് കാണിക്ക ചെയ്യാം. അപ്പൊ അതിന് വരെ ഇപ്പൊ മൊബൈൽ ഫോൺ നമുക്ക് ഉണ്ട്. ഡിജി ഭാരതം ഇതി അസ്യാം ദിശി വയം ഭാരതീയാഹ ദ്രുതഗത്യ അഗ്രേസരാമഹ. ഇപ്പോഴും ടെക്നോളജി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ മെയിൻലി പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ, അതായത് പണ്ടത്തെ ജനറേഷൻ വെച്ചിട്ട് ഇപ്പോൾ വരെ വരുന്ന ജനറേഷൻ എങ്ങനെയാണ് ടെക്നോളജി ഡെവലപ്മെന്റ്സ് വന്നേക്കണേ. പണ്ടൊക്കെ ഓറൽ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് താളിയോലകളിലൂടെയായി, അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടായി, അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായേ, ടൈപ്പ് റൈറ്റർ മെഷീൻ വന്നു, ടങ്കണക യന്ത്രം. അതിൽ കൂടെ സോഫ്റ്റ് കോപ്പി പോലെ സേവ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടറുടെ ഉപയോഗം വന്നത്. കമ്പ്യൂട്ടർ വന്ന ശേഷം മൊബൈൽ ഫോണിലേക്കായി. മൊബൈൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ബുക്കിങ്ങും ഓൺലൈൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനും ആമസോൺ വഴിയൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കുറെ പുതിയ ആപ്സ് ഇറങ്ങി. ഇനിയും കുറെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പുറകെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ചാപ്റ്റർ, ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ഭാരതം. അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.